ഹലോ അമ്മ, എന്തിയാ കാർത്തോടാ? അവൾക്ക് ഫോൺ കൊടു. എന്റെ അടുത്തല്ല അമ്മ, ആ പിങ്കി എടുത്ത്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അത് ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ. ഫോൺ 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 കൊടു. എന്നാ കാർത്തു, നീ ആന്റിയുടെ അടുത്ത് മാറിയുന്നേ? മാറിയാ? എടി എടി കുരിപ്പേ, നീ ഉണ്ടല്ല, നീ കൂടെ പറഞ്ഞില്ലേടി ഞാൻ ബിരിയാണി മേടിച്ചത്. നീ ഇവിടെ വന്ന് ഓരോ നുണക്കഥകൾ പറയുമ്പോ ഞാൻ ഇവരെ മുമ്പിൽ കൊച്ചാവെന്ന് വിചാരിച്ചാടി. മേലെ എന്റെ വീടിന്റെ പരിസരത്തോണ്ട് പോലും പോണ വേടി നച്ചലി. നിനക്ക് എങ്ങനെ സാധിക്കുന്നുണ്ട് കൊച്ചു കൊച്ചിന്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കാനായിട്ട്? കൊച്ചു കൊച്ചാ? നിന്റെ അനിയത്തി ആയതുകൊണ്ട് പൊക്കി പറയാന്ന് വിചാരിക്കില്ലേ? ഇതുപോലത്തെ ഒരു കുരുട്ടടക്ക ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവിടെ ഉച്ച തൊട്ട് ഊപ്പോറ്റി വരെ അഹങ്കാരോടാ. നിനക്ക് ഭ്രാന്താണ് അടിയാ കൊച്ചു കൊച്ചിന്റെ അടുത്ത് കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ. തന്നോടി എനിക്ക് ഭ്രാന്ത് തന്നെ. ഞാൻ ഒന്ന് തല കുനിച്ച് കൊടുക്കുമ്പോഴേ അവൾ എന്റെ തലയിൽ കയറുന്ന മുടി വെട്ടണ്. ഇങ്ങനൊരു കഷ്ടമുണ്ട്. കൊച്ചു രണ്ടും കൂടെ ഇവിടെ ഇരുന്ന കസർത്ത്. ഡേ, നിനക്ക് എന്തൊക്കെ എഴുതാണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി തീർത്താ? ഇല്ല. പോയി എഴുതറി. ഓ, മക്കളെല്ലാം കഴിച്ചാ? ഇല്ല. എന്നാ വാ തിന്ന. കുറച്ച് തേങ്ങ ഇരണ്ടിത്താ. അയ്യോ, എനിക്ക് വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. പിങ്കി പറയൂടി, ഞാൻ പറയും. നീ എന്ത് ചെയ്യന്നെ? നിന്റെ കൂതറ സ്വഭാവം എനിക്കല്ലേ അറിയുള്ളൂ. വേണ്ടി വന്ന മൈക്ക് സെറ്റ് എടുത്തോണ്ട് ഈ നാട് മൊത്തം ഞാൻ പിടിച്ച് പറയൂടി. എന്റെ വഞ്ചി പൊട്ടിച്ച് കാശ് മൊത്തം ഇതിനകത്തുണ്ടോ? എന്തിനെനിക്കിത്? കപ്പലേന്റെ മുട്ടായി വാങ്ങിച്ചിട്ട് പൈസ, ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പൈസ, നേരെ മുട്ടായി വാങ്ങിച്ചിട്ട് പൈസ, ഇതിന്റെ എല്ലാ പൈസ ഇതിനകത്തുണ്ട്. എന്തെങ്കിലും കുറഞ്ഞു പോയി പറഞ്ഞാൽ മതി, എടുത്തോണ്ട് വരാം. ആർക്ക് വേണോടി നിന്റെ പിച്ചക്കാശ്? എടുത്തോണ്ട് പോടി. പിച്ചക്കാശ് പിച്ചക്കാരിക്കാണ് കൊണ്ടുവന്നത്. ഇവിടെ കൊടുത്ത് ചുമ്മാ സംസാരിച്ചോണ്ടല്ലോ കൊലവാരി കൊടുത്ത് നിലത്തറിക്കുന്നേ. ഇവിടെ ഞാൻ ഞാൻ ഇറങ്ങി പോവാൻ തന്നെ വന്നത്. കുരുപ്പ് നാക്കൂടെ ആറ്റം ബോംബിന്റെ അത്രേ ഉള്ളൂ. നാക്കാണെങ്കിൽ ഒരു മുളം നീളമുണ്ട്. നോക്കണം. അയ്യോ, കടിച്ചെന്ന് തോന്നണ കുരുപ്പ്. വേദന എടുത്തോടി? ഇല്ലടി, സുഖം. ഹലോ അമ്മ, കാർത്തുണ്ടോ അവിടെ? അതിനൊന്ന് കൊടുത്താണ്. ഒന്നും ഇല്ല അമ്മ, ഒന്ന് കൊടുക്ക്. അതൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാം. കൊടുത്തോ? ഹലോ, കാർത്തു, മക്കളെ കൂടെ മാറിയുന്നാണ്ടി. എടി കുരുപ്പേ, നീ കുറച്ച് പിച്ചക്കാശുമായിട്ട് എന്റെ വീട്ടിൽ കയറി വന്നല്ലേടി അഹങ്കാരി. നീ ഉണ്ടല്ല ആദ്യം കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു, അത് ഞാൻ ക്ഷമിച്ച്. പക്ഷെ ഇത് എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. നീ ഇപ്പോഴും വാരി തന്നിട്ടല്ലേടി നീ ഭക്ഷണം കഴിക്കണത്. അയ്യേ, കണ്ണ എല്ലാം എന്റെ അടുത്ത് പറഞ്ഞേടി. നീ ഒന്നും പണയണ്ട. പോണേടി. എടി, നീ ആ കൊച്ചു കൊച്ചിന് വെറുതെ വിടാ ഒരു പ്ലാനും ഇല്ലേടി. എന്താണ് നിനക്ക്? വെറുതെ വിടാനാ? അതൊന്നും പറ്റൂല. അഹങ്കാരി, കഷ്ടോടി. കാർത്തു പണിയാണല്ലോ. എന്താടി ചേട്ടനിങ് വരുവോ? നീ എന്തുവാടാ പിങ്കി ചേച്ചിയോട് പറഞ്ഞതോ? എടി, ഞാൻ ഒന്നും പറഞ്ഞില്ലെന്ന്. നീ ഒന്നും പറഞ്ഞില്ല. പിങ്കി ചേച്ചിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. എടി, അമ്മ സത്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല, എന്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞാണ്. കൊള്ളാം, അമ്മ സത്യം. പിങ്കി ചേച്ചിനെ വിളിച്ച് പറഞ്ഞായിരുന്നു, ഞാൻ അത് ചെയ്യും ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. നീ വിളിച്ച് പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ വിളിച്ച് പറഞ്ഞില്ല. എന്തുവാണെന്ന് പറ. ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ അല്ലേ നടക്കുന്നത്, പിന്നെ എങ്ങനെ വിളിച്ച് പറയും? പിന്നെ അങ്ങനെ വിളിച്ചാ? നീ ഇടയ്ക്കിടയ്ക്ക് ചതിയനാടാ, ചതിയൻ. നീ എന്റെ ചേട്ടനുള്ള എന്നൊക്കെ ആര് മര്യാദ കാണിക്കേണ്ടേടാ? ഞാൻ വിളിച്ച് പറഞ്ഞില്ലേ? നീ ഒരു എന്റെ കുടുംബത്തിനുള്ളല്ലേടാ? ഒന്നും വിളിച്ചു പറഞ്ഞില്ല? സത്യം പറ. ഇല്ല.
ഒരു കൊമ്പ കിട്ടുന്നില്ലല്ലോ. ഇവിടെ മൊത്തം ഇലയായി പോയി. ഉരുളയ്ക്ക് പേര്